ജീവിതത്തിലേക്ക് നമുക്ക് ഭാഗ്യം വന്നു ചേരാൻ പ്രധാനമായും ഒരു കാര്യം പറയാനുള്ളത്, കുറികൾ അടിക്കാൻ വേണ്ടിയിട്ട് വളരെ അത്യാവശ്യമായിട്ട് ഇരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കുറി അടിക്കുക, അതിലൂടെ ഹലാലായ ചിട്ടികളിൽ നിന്ന് പൈസ ലഭിക്കുക എന്നുള്ളത് വളരെ എല്ലാവരുടെയും ഒരു ആഗ്രഹം തന്നെയാണ് അല്ലേ. അപ്പോൾ ഏറ്റവും അത്യാവശ്യമുള്ള ഒരാൾ, ഇത് നിങ്ങൾ എന്ത് ചെയ്യരുത്, എപ്പോഴും ഇങ്ങനെ ഇത് ഉപയോഗിക്കരുത്. ഏറ്റവും അത്യാവശ്യമെന്ന നിലയിൽ കുറി അടിക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകൾ ഇൻഷാ അല്ലാഹ് ഈ പറയാൻ പോകുന്ന എണ്ണത്തിൽ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദുആരെന്ന് കഴിഞ്ഞാൽ കുറി അടിക്കും ഇൻഷാ അല്ലാഹ്. ഇത് അനുഭവങ്ങളാണ്, ഇത് ഉലമാക്കളുടെ അനുഭവങ്ങളാണ് പ്രിയപ്പെട്ടവരെ. അത് ചൊല്ലി അത് നേടിയെടുത്തവരുടെ അനുഭവങ്ങളാണ്. ഇനി അഥവാ നിങ്ങൾ ചൊല്ലിയിട്ട് അത് നടന്നില്ല എങ്കിൽ അതിൻ്റെ കുഴപ്പം ഈ ഇസ്മിനോ ഉലമാക്കൾക്കോ അല്ല എന്ന് ചിന്തിക്കുക. അതിൻ്റെ കുഴപ്പം നമുക്ക് തന്നെ. ഞാൻ ചൊല്ലിയിട്ട് അത് നടന്നില്ല എങ്കിൽ നമുക്ക് എന്തോ അതിലൊരു അപാകത ഉണ്ട് എന്നുള്ളതിന്, നമ്മുടെ ഈമാനിൽ നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ, അള്ളാഹുവിലുള്ള ഒരു വിശ്വാസത്തിൽ എന്തോ കോട്ടം സംഭവിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കുക. അള്ളാഹു ഭാഗ്യം തരട്ടെ ഇൻഷാ അള്ളാഹ്. അതുപോലെ ഈ ഇസ്മിൻ്റെ മറ്റു പ്രത്യേകതകളാണ് സമ്പത്ത് ലഭിക്കും എന്നുള്ളത്. ആവശ്യത്തിന് സമ്പത്ത് ഏതാണെങ്കിലും അത് ലഭിക്കും. അതുപോലെ ആഗ്രഹിക്കുന്ന ആഗ്രഹ സഫലീകരണം, ഹലാലായ മുറാദുകൾ അള്ളാഹു നടത്തിത്തരും. നമുക്കൊരു ലക്ഷ്യമുണ്ട്, ചില ആളുകൾക്ക് ഉണ്ടാവും, എനിക്കൊരു ലക്ഷ്യമുണ്ട് ഉസ്താദെ, ആ ലക്ഷ്യത്തിലേക്ക് എനിക്ക് എത്തിച്ചേരണം, എനിക്ക് ഇന്ന കാര്യങ്ങൾ നേടണം. അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾ അത് പരിശ്രമിക്കുന്നതോടൊപ്പം തന്നെ ഈ ഇസ്മിനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹു തരും, ആ ലക്ഷ്യത്തെ നേടാൻ സാധിക്കും. അതുപോലെ ജീവിതം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. ജീവിതം ഏത് മേഖലയിൽ നിന്നാലും ജീവിതം രക്ഷപ്പെടും എന്ന് ഉറപ്പ് തരാൻ കഴിയുന്ന അത്ഭുതകരമായ ഇസ്മാണ്. അതുപോലെ ജീവിതത്തിൽ സന്തോഷം വന്ന് നിറയും ഈ ഒരു ഇസ്മ ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ്. ഏതാണ് ഇസ്മെന്ന് നമുക്ക് നോക്കാം. അതുപോലെ കച്ചവടങ്ങളിൽ ഉയർച്ച ലഭിക്കും. ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ പലരുടെയും ആഗ്രഹങ്ങളാണ്, ആവശ്യങ്ങളാണ്. ഏതാണ് ഇസ്മ എന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹ്. അമ്മാ ബഅദ്. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പേര് കമൻറ്റ് സെക്ഷനിലും മറ്റുമായിട്ടൊക്കെ ദുആ കൊണ്ട് വസിയത്തുകളൊക്കെ അറിയിക്കുന്നുണ്ട്. അള്ളാഹു അവരുടെ എല്ലാവിധ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും അറുതി വരുത്തി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കടങ്ങളും കഷ്ടപ്പാടുകളും അള്ളാഹു തീർത്ത് സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു കുറി അടിച്ചു കിട്ടാൻ, അതുപോലെ ആവശ്യത്തിന് സമ്പത്ത് ലഭിക്കാൻ, അതുപോലെ ആഗ്രഹ സഫലീകരണം നമുക്ക് ലഭിക്കാൻ, നമുക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യ സാക്ഷാത്കാരം നടത്താൻ, ജീവിതം രക്ഷപ്പെടാൻ, ജീവിതത്തിൽ സന്തോഷം വരാൻ, കച്ചവടത്തിൽ ഉയർച്ച എത്തിക്കാൻ അത്ഭുതകരമായ ഒരു ഇസ്മാണ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ദിവസം പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഏതാണ് ഇസ്മെന്ന് നമുക്ക് നോക്കാം, പെട്ടെന്ന് തന്നെ പോകാം. യാ വാരിസു യാ അല്ലാഹ്, യാ വാരിസു യാ അല്ലാഹ്, യാ വാരിസു യാ അല്ലാഹ്, യാ വാരിസു യാ അല്ലാഹ് എന്ന് പറയുന്ന അത്ഭുതകരമായ ഈ ഇസ്മ 1000 പ്രാവശ്യം, ദിവസവും 1000 പ്രാവശ്യം ഇൻഷാ അള്ളാഹ് ഈ ഒരു കാര്യത്തെ എന്താണോ നീയത്ത്, ആ നീയത്തിനെ മനസ്സിൽ കരുതിക്കൊണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് അത്യാവശ്യമുള്ള ആളുകളുടെ കുറി അടിച്ചു കിട്ടും. അതുപോലെ സമ്പത്ത് ലഭിക്കും എന്നുള്ളതാണ്. ചിലപ്പോൾ കുറി അടിച്ചായിരിക്കും അതിലൂടെ സമ്പത്ത് ലഭിക്കുക. പിന്നെ അതുപോലെ ആഗ്രഹിക്കുന്ന സഫലീകരണം, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഇൻഷാ അള്ളാഹ് നടന്നു കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇൻഷാ അള്ളാഹ് ഈ വീഡിയോ നമുക്കൊരു 11 പ്രാവശ്യം ഈ ഇസ്മൊന്ന് ചൊല്ലിയിട്ട് ചെറിയൊരു ദുആ ചെയ്ത് നമുക്ക് പിരിയാം. അപ്പോൾ ഏതാണ് യാ വാരിസു യാ അല്ലാഹ് എന്ന് പറയുന്ന ഇസ്മ 1000 പ്രാവശ്യം ദിവസവും ചൊല്ലുക. അതിനുശേഷം ദുആ ചെയ്യുക, ആഗ്രഹങ്ങൾ അള്ളാഹുവിനോട് പറയുക, അള്ളാഹു നടത്തി തരും ഇൻഷാ അള്ളാഹ്. യാ വാരിസു യാ അല്ലാഹ്, 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 യാ വാരിസു യാ അല്ലാഹ്.
അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ ഇസ്മിൻ്റെ പവിത്രതയും ബറക്കത്തും കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ. നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ. ലക്ഷ്യങ്ങൾ നേടാനുള്ള ഭാഗ്യം നൽകട്ടെ. ജീവിതം രക്ഷപ്പെടാനുള്ള ഭാഗ്യം നൽകട്ടെ. ജീവിതത്തിൽ അള്ളാഹു സന്തോഷം കൊണ്ട് നിറയ്ക്കട്ടെ. നമ്മുടെ കച്ചവടങ്ങളിലും മറ്റുമൊക്കെ ആയിട്ട് റബ്ബ് തആല ഉയർച്ചകൾ നൽകി പരിപൂർണമായും നമ്മെ സന്തോഷിപ്പിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. കമൻറ്റ് സെക്ഷനിൽ മറ്റുമായിട്ടൊക്കെ ദുആ വസിയത്ത് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അള്ളാഹു അവർക്കൊക്കെയും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇരുലോകത്തും വിജയിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ പറഞ്ഞത് മുഅ്മിനീങ്ങളോടാണ്, മുസ്ലിമീങ്ങളോടാണ്. ഏത് മുഅ്മിനീങ്ങളോട്? ഈമാനുള്ള, യഥാർത്ഥ പേരുകൊണ്ട് മാത്രം മുസ്ലിമാകാത്ത, പേരുകൊണ്ടും അതുപോലെ പ്രവൃത്തി കൊണ്ടും കർമ്മം കൊണ്ടുമൊക്കെ മുസ്ലിമായ ആളുകളോട് മാത്രം. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ ഇത് ചെയ്യുമ്പോൾ പരീക്ഷണ രൂപത്തിൽ ചെയ്യാതെ ഉറപ്പിച്ചുകൊണ്ട് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഈമാനിൻ്റെ പ്രവർത്തനത്തിൽ, ഈമാനിൻ്റെ ബലത്തിൽ ഇൻഷാ അല്ലാഹ് ചെയ്യുക. അള്ളാഹു ഉറപ്പായും നമ്മെ രക്ഷപ്പെടുത്തും. ഓർമ്മയിലിരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യുക. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.